അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് രസവട ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. വട ഇവിടെ ഇരിപ്പുണ്ട്, രസം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് ദിവസം മുന്നേ വട മേടിച്ചതായിരുന്നു, പക്ഷെ ആരും കഴിച്ചില്ല. ഫ്രിഡ്ജിനകത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് വന്നപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെടുത്ത് കളയാമെന്ന് വിചാരിച്ചെടുത്താണ്, പക്ഷേ ആഹാരമില്ലേ കളയാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കരുതി കുറച്ച് രസം ഉണ്ടാക്കിയാൽ അതിനകത്ത് ഇത് ഇട്ട് വെച്ചാൽ എല്ലാവരും കഴിക്കും, ഇല്ലെങ്കിൽ കളയും. അപ്പോൾ രസം ഉണ്ടാക്കാമെന്ന് കരുതി. സിമ്പിളായിട്ടൊരു രസവട കേട്ടോ. വേറൊന്നുമില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുകിട്ട് ഒരു വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയൊന്നും ഇട്ടില്ല, അതിനൊന്നും ആവശ്യമില്ല. പിന്നെ വേണമെന്നുള്ളവർക്ക് ഇടാം കേട്ടോ. ഇട്ടിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കായം ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പുളി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് തിള വരുമ്പോൾ മല്ലിയില ഇടാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ചോറിനൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന രസമാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതച്ചിടും, ഇഞ്ചി ചതച്ചിടും, പിന്നെ സവാളയൊക്കെ അരിഞ്ഞ് കടുവൊക്കെ വറക്കാറുണ്ട്. ഇപ്പോൾ ഇത് രസവടയ്ക്കായതുകൊണ്ട് അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം, ചേർത്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ രസവട എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അപ്പോൾ എളുപ്പത്തിലൊരു തട്ടിക്കൂട്ട് രസം ഉണ്ടാക്കി അതിനകത്തോട്ട് നമുക്ക് ഈ വട ഇറക്കി വെക്കാം കേട്ടോ. ഇപ്പോൾ ഈ രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, മല്ലിയിലയൊക്കെ ഇട്ടതൊക്കെ നന്നായിട്ട് ഊറി അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലോട്ട് ഈ വട ഓരോന്നായിട്ട് എടുത്തു വെച്ച് കൊടുക്കാം. ഈ വട ഒന്ന് ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് തിളയ്ക്കണം, ഒരു 2-3 മിനിറ്റ്. എന്നിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. കാരണം ഈ വട കല്ല് പോലെയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതൊന്ന് സോഫ്റ്റായിട്ട് വരാനായിട്ട് ഒരു 2-3 മണിക്കൂർ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഈ വടയെല്ലാം അതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അടച്ച് വയ്ക്കാം. ഒരു 1-2 മണിക്കൂർ കൊണ്ട് ഈ വട നന്നായിട്ട് രസമായിട്ട് പിടിച്ച് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ആ സമയത്ത് വേണം നമ്മളിത് കഴിക്കാൻ. ചൂടോടെ കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പിന്നെ ചൂടോടെ കഴിക്കണമെന്നുള്ളവർക്ക് ചൂടോടെ കഴിക്കാം കേട്ടോ. ഇത് കഴിക്കാൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രസവുമായിട്ട് ഈ വട നന്നായിട്ട് രസത്തിൽ കിടന്നിട്ട് ഈ വടയിൽ ആ രസത്തിൻ്റെ എല്ലാ ടേസ്റ്റും പിടിക്കണം. അപ്പോഴാണ് നമുക്ക് കഴിക്കാനായിട്ട് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്നാൽ നന്നായിട്ട് ഈ രസം എല്ലാം ഈ വട വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിനകത്തോട്ട് ഈ രസവും വടയും എല്ലാം ഒഴിച്ചിട്ട് അടച്ച് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയാം കേട്ടോ. അപ്പോൾ ഈ വടയെല്ലാം കോരി ഈ പാത്രത്തിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിനെ അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ ഈ പാത്രത്തിലോട്ട് മൊത്തത്തിലായിട്ട് നമ്മളിത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു അടപ്പ് വെച്ച് അടച്ച് മാറ്റി വയ്ക്കുക. ഇനി 2-3 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് തുറന്ന് നോക്കാം അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. ഇപ്പോൾ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തുറന്നപ്പോൾ ആ വടയൊക്കെ ചെറുതായിട്ട് മേളിലോട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഈ രസമൊക്കെ കുടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് എടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു സൂപ്പർ ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇങ്ങനെ വടയോ അല്ലെങ്കിൽ ഉഴുന്ന് വടയോ ഒക്കെ മേടിച്ചിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒരു രസം പോലെ ആക്കിയിട്ട് അതിലോട്ട് ഇറക്കി വെക്കണം കേട്ടോ. എന്നിട്ട് കഴിക്കണം, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്നും കളയേണ്ടി വരത്തില്ല. ഇതിപ്പോൾ നന്നായിട്ട് രസം പിടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ വേസ്റ്റാക്കാതെ ഈ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു, നല്ല രസവടയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.